70-ൽ പരം നാടകങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചു. ധന്യമാണ് ബേബിക്കുട്ടന്റെ കലാജീവിതം. അനുഗ്രഹീതനായ ഈ കലാകാരൻ നാടകത്തിലൂടെ നേടിയത് നിറമുള്ള ജീവിതമായിരുന്നു. നാടകരംഗത്ത് നിന്ന് എനിക്ക് സാമ്പത്തിക പരാധീനത ഉണ്ടായെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വീട് തൂലികൻ തന്നെ എൻ്റെ പേര്. ഈ തൂലികൻ നാമകരണം ചെയ്യാൻ തന്നെ കാര്യം അതാണ്. ഈ വീടിൻ്റെ ഭൂരിഭാഗവും എൻ്റെ നാടക സഭയിൽ നിന്ന് എനിക്ക് കിട്ടിയ കാശാണ്. സാമ്പത്തികമായ ഭദ്രതയെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ധാരാളം ആളുകൾക്ക് ഉണ്ടായ അനുഭവം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പ്രൊഫഷണൽ നാടകരംഗത്ത് നിന്ന് കുറേ കാലമായി മാറി നിൽക്കുകയാണ് ബേബിക്കുട്ടൻ. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നാടകം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനാണ് ഇദ്ദേഹം. അമൃത എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നാടകബോധം വളർത്തിയെടുക്കുന്ന ശ്രമത്തിലാണ് ഇപ്പോൾ. ഈ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് CIRൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ആക്ടിവിറ്റീസിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കുന്നതിൽ ഒരു വിങ്ങായിട്ട് ഡ്രാമ കൂടി പഠിപ്പിക്കുന്നു. കാഞ്ചന സീത എന്ന പ്രസിദ്ധമായ നാടകം വളരെ ഏറെ താല്പര്യമുള്ള കുറേ കുട്ടികളെ ആഡിഷൻ നടത്തിയതേ ഉള്ളൂ. അവരെ കൊണ്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്, ഒരു ഇവൻറ്റിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളില്ലാത്ത ഒരു പ്രത്യേക സംരംഭമാണ് ഉണ്ടായത്. അതിൽ ഞാൻ പോയപ്പോൾ 2.5 വർഷത്തോളം അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ അതിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പീരീഡ് സമയങ്ങളിൽ നിർബന്ധമായിട്ട് പോകേണ്ടി വന്നതുകൊണ്ടും മറ്റും അങ്ങനെയുള്ള ഈ വെറും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ, അല്ലാതെ കലാപരമായ ഔന്നത്യക്കുറവ് കൊണ്ടൊന്നുമല്ല, സാങ്കേതികമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ് നാടകം നിർത്താൻ കാര്യം. എങ്കിൽ കൂടി ഞാനിപ്പോഴും ഒരു നാടകം തയ്യാറാക്കുന്ന തിരക്കിലുമാണ്. തേവലക്കരയിലെ ഈ വീട്ടിൽ ഗൃഹനാഥന്റേതായ പ്രൗഢഭാവത്തിലാണ് ബേബിക്കുട്ടൻ എന്ന നാടക പ്രതിഭ. ഇവിടം ഇദ്ദേഹത്തിന് ജീവിതാരങ്ങാണ്. ഭാര്യയും മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന മൊത്തം കുടുംബത്തിന്റെ സ്നേഹവും ആദരവും നേടുന്ന കുടുംബക്കാരനവർ. ഇത് ഭാര്യ, ഞങ്ങൾ തൊട്ടടുത്ത താമസക്കാരാണ്. എൻ്റെ കുടുംബമായിട്ട് അടുത്ത താമസമാണ്. പ്രശസ്തമായ കളിയിലിൽ എന്ന് പറയുന്ന വീട്ടിലെ അംഗമാണ്. രമാദേവി എന്നാണ് പേര്. ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പിന്നെ 3 കുട്ടികളാണ്. അത് 2 ആൺകുട്ടികളും 1 പെൺകുട്ടി. ഏറ്റവും മൂത്ത ആളാണ് ഇത്, രാജേഷ് എന്നാണ് പേര്. ഇപ്പോൾ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. 2ാമത്തെ ആൾ ഖത്തറിലാണ്. പിന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, മധുശ്രീ എന്നാണ് പേര്, വിളിക്കുന്നത് പ്രിയ എന്ന്. പിന്നെ അവർക്ക് 2 കുട്ടികളാണ്. മൂത്ത കുട്ടിയാണ്, ഇയാളെ വിഘ്നേഷ് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ ഇളയതാണ്. ഇദ്ദേഹത്തിൻ്റെ പേരൊരു കട്ടിപ്പേരാ, ധന്വിൻ. മകൾ ബഹറിലാണ്. അതിൽ ഒരു പെൺകുട്ടിയാണ് അവർക്ക്. മരുമോൻ ശ്രീഹരി എന്നാണ്. അദ്ദേഹത്തിന് അവിടെ ബഹറിനിൽ ബിസിനസ്സാണ്. ഭാര്യയ്ക്കും ജോലിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാടക സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ഭാഗമായിട്ട് തന്നെ സഹായിയായിട്ടൊക്കെ നിൽക്കുകയാണ്.